മാംസം ഭക്ഷിക്കുകയും കാട്ടാറുകളിലെ ജലം കുടിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇങ്ങനെ അലിഞ്ഞു തിരിച്ചിരുന്ന മനുഷ്യൻ സ്ഥിരമായിട്ടൊരിടത്ത് താമസിക്കുകയും പിൽക്കാലത്തെ കൃഷിയൊക്കെ തുടങ്ങി ആടുമാടുകളെ വളർത്തുകയും അങ്ങനെ അവയുടെ മാംസവും പാലും ഒക്കെ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഇതിന് ചരിത്രമുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാനാൻ ദേശത്തേക്കുള്ള പ്രയാണത്തിൽ ഇസ്രായേൽ ജനം വിശന്ന് പറഞ്ഞപ്പോൾ ദൈവം കാടപ്പക്ഷികളെ ഇറക്കി കൊടുത്തെന്ന് പറഞ്ഞു. കാടപ്പക്ഷികളുടെ മാംസമാണ് അവർ ഭക്ഷിച്ചത്. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ കൊടുത്ത കാളക്കുട്ടികളെ കൊന്ന് വലിയ ആഘോഷം നടത്തുമെന്ന് പറയുന്നു. അപ്പൊ ഇതെല്ലാം നമുക്ക് വളരെ ചരിത്രപരമായിട്ട് അടിസ്ഥാനമുള്ളതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ നമുക്ക് ഈ മാംസാഹാരം നിഷേധിച്ചാൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. നമ്മുടെ ഹിമാലയ സാനുക്കളിൽ രാജ്യത്തിന്റെ അതിർത്തി കവാടങ്ങൾ സൂക്ഷിക്കുന്ന ആളുകൾ നമ്മുടെ ജവാന്മാര് അവർ ഈ പച്ചക്കറിയെല്ലാം കഴിച്ചുകൊണ്ടിരുന്നാൽ അവർക്ക് തോക്കെട്ട് വെടിവെക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രതികൂല കാലാവസ്ഥയിൽ അവരല്പം മദ്യമൊക്കെ കഴിച്ചെന്നിരിക്കും. അവർക്ക് സ്റ്റാമിന ഉണ്ടാണെങ്കിൽ ഈ മാംസാഹാരവും അതുപോലെ തന്നെ അല്പം മദ്യമൊക്കെ കഴിക്കേണ്ടത് ആ പ്രത്യേക കാലാവസ്ഥയെ അതിജീവിക്കുന്നത് അത്യാവശ്യമാണ്. എന്നാല് നമ്മളെ ഇത് ബാധിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വല എന്തെന്നറിയോ?